ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കോയിൻ ഫോർജിനെ പറ്റിയിട്ട് വളരെ ക്വിക്കായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. അതായത് കോയിൻ ഫോർജിൻ്റെ ലേറ്റസ്റ്റ് വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നല്ല പ്രൊജക്റ്റുകളാകുമ്പോൾ പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു മേഖലയിൽ എപ്പോഴും നല്ല കോയിൻസിന് അല്ലെങ്കിൽ നല്ല ടോക്കൻസിന് തുടക്കത്തിൽ കിട്ടിയിരുന്ന ഒരു ഫ്രീ സപ്ലൈ കുറച്ച് കഴിയുമ്പോൾ അത് കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കോയിൻ ഫോർജിൻ്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങളൊരു ഒരു ഒരു ജസ്റ്റ് ഒരു സ്നാക്സ് മാനുഫാക്ചർ ചെയ്യുന്ന സിസ്റ്റമാണ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. പലരും എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളവർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, ഒരു സമൂസയാണെങ്കിൽ സമൂസ ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അതൊരു അഫിലിയേഷൻ സിസ്റ്റത്തിൽ കൂടെ വളരെ വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റായി. ഒരു നോർമൽ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൗണ്ട് നോക്കുകയാണെങ്കിൽ 2000-2500 കസ്റ്റമേഴ്സിൻ്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അടുത്തൊരു പ്രൊഡക്റ്റ്, ഒരു കട്ട്ലേറ്റ് എന്നുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റിയെ തപ്പി നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതും ഒരേ ചാനലിൽ കൂടെ തന്നെ, നിലവിലുള്ള ചാനലിലൂടെ തന്നെ അത് സപ്ലൈ പോവുകയാണെങ്കിൽ ഓൾറെഡി സമൂസ റണ്ണിങ് ആണ്. സമൂസ എന്നുള്ള പ്രൊഡക്റ്റ് റണ്ണിങ് പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ ബെനിഫിറ്റുകൾ അതിൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന കട്ട്ലേറ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ റിവാർഡുകളും അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡബിൾ ബെനിഫിറ്റായി നമ്മൾ ചെയ്ത വർക്ക് ഒരു തവണ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഞാൻ കോയിൻ ഫോർജുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും സ്മാർട്ട് കോൺട്രാക്റ്റുകളൊക്കെ പരിചിതമല്ലാത്ത ആളുകൾക്ക് കണക്ട് ആവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുള്ള എക്സാമ്പിളായിരുന്നു. ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഓക്കെ ഇനിയും പ്രൊഡക്റ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാമെന്നിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാം, നോ പ്രോബ്ലം, ഇഷ്യൂസ് ഒന്നുമില്ല, അതിലൊരു തെറ്റും ഞാൻ കാണില്ല. പക്ഷേ നിലവിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ആ ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്, ആ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെയുള്ളൊരു ടാസ്ക് ആയിട്ട് വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാസ്ക് കുറവും ബെനിഫിറ്റ് ഡബിളോ ട്രിപ്പിളോ മടങ്ങൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇത് തന്നെയാണ് കോയിൻ ഫോർജിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പലതവണ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോസിലാണെങ്കിലും നേരിട്ടാണെങ്കിലും 2025 മാർച്ച് 13 കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ആവുന്നത്. അന്ന് ഫോർജ് റേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിരുന്നു ലോഞ്ച് ചെയ്തത്. ഫോർജ് റേസ് എന്നുള്ള ഒരു അത്തരത്തിൽ ആ ഒരു പ്രൊജക്റ്റിലാണ്. അവിടെ നമുക്കറിയാം, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ഡോളറിനും ഒരു CF ടോക്കൺ നമുക്കവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തി, റെഫർ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ 0.25 ടോക്കണായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനനുബന്ധിച്ചിട്ടുള്ള USDT ക്യാഷ് റിവാർഡുകളൊക്കെ സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഫോർജ് റേസ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് 2025 ഡിസംബറിൽ ലോഞ്ച് ചെയ്ത പ്രീമിയം കോൺട്രാക്റ്റുകൾ, ഫോർജ് റിവോൾവ് എന്ന പേരിൽ പ്രീമിയം കോൺട്രാക്റ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഫോർജ് റേസിൽ ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നവർക്ക് വളരെ ഈസി ആയിരുന്നു. ആ ടീമിന് ആ പ്രീമിയം സെഗ്മെൻറ്റ് കോൺട്രാക്റ്റുകൾ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടി വന്നിരുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ ടോക്കൺ റിവാർഡ്, ഫോർജ് റേസിൽ ഒരു ടോക്കൺ $1 കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഫോർജ് റിവോൾവിലേക്ക് വന്നപ്പോൾ $1 അര ടോക്കനാണ് ആക്ടിവേഷൻ്റെ ടൈമിൽ കിട്ടിയിരുന്നത്. എന്നാൽ റെഫർ ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ 0.75 ടോക്കൺ കിട്ടിയിരുന്നു. സോ ഫോർജ് റേസിൽ ഒരു എഫേർട്ട് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഫോർജ് റിവോൾവിലേക്ക് വന്നപ്പോൾ കമ്മ്യൂണിറ്റിയും കൂടെയുണ്ട്, ഈസി ആയിട്ട് അവർക്ക് ആ ഒരു പ്രൊജക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ കമ്മ്യൂണിറ്റി കൂടെയുണ്ട്. ബെനിഫിറ്റ് ഡബിളായി. ഓൾറെഡി ഫോർജ് റേസിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും, പ്ലസ് ഫോർജ് റിവോൾവിലേക്ക് ഒരു ടീം ഉള്ളത് കൊണ്ട് പുതിയ ടീമിനെ ബിൽഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം വർക്ക് ഫോഴ്സ്, ഒരു മാൻ പവർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് അതവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇനി ഈ ഓഗസ്റ്റ് 20 ആണ് നെക്സ്റ്റ് അപ്ഡേഷനായിട്ട് വരുന്നത്. പുതിയ വിവരങ്ങൾ കിട്ടുമെന്നുള്ളൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും
ഈ ഫോർജ് റേസിലും ഫോർജ് റിവോൾവിലും ടീമുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ടുള്ള യാത്ര. സോ ഈ ഒരാഴ്ച ഇപ്പോൾ ഓൾറെഡി കോയിൻ ഫോർജിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ളവരാണെങ്കിൽ ഒന്നുകൂടി ഒരു സ്പെഷ്യൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ട് തന്നെ ഇതിനെ ഡെവലപ്പ് ചെയ്യാനും കൂടെ വരുന്നവരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് മാക്സിമം ടോക്കൻസ് കളക്ട് ചെയ്യാനുള്ള അവസരം കൂടി എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ഇനി ഇപ്പോഴും ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേര് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇപ്പോഴും കോയിൻ ഫോർജിൻ്റെ ഭാഗമാകാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണോ അതൊക്കെ ആക്ടിവേഷൻ ചെയ്ത് ടോക്കൻസ് കളക്ട് ചെയ്യുക. കാരണം ആക്ടിവേഷൻ്റെ ടൈമിൽ 100% ഉറപ്പാണ് ഇനി ടോക്കൻസ് റിവാർഡായിട്ട് കിട്ടുന്നത്, ഫ്രീ ടോക്കനായിട്ട് കിട്ടുന്നത് എന്ത് തന്നെ ആയാലും അതിനൊരു സ്കേഴ്സിറ്റി വരുന്നുണ്ടായിരിക്കും, കുറയും. സോ അത് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് 20-ാം തീയതിക്കുള്ളിൽ ശ്രമിക്കുക. ഓൾറെഡി ഒരു ചെറിയൊരു ടീമെങ്കിലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുമിച്ച് അതേ ടീമിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ആ ഒരു മാൻ പവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യാൻ, അതായത് ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനും ഈസി ആയിരിക്കും. ഇതാണ് ഒരു ക്വിക്ക് അപ്ഡേഷൻ ഞാൻ നിങ്ങളിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എംപവർ എന്നുള്ളൊരു വലിയ ഓർഗനൈസേഷൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏകദേശം 1,00,000-ലധികം ഫാമിലിയെ സാമ്പത്തികമായിട്ട് ഉയരാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നും വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആരും സമയം കളയരുത്. ടൈം ഈസ് മണി എന്ന് പറയുന്നത് അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനുമായിട്ട് സംസാരിച്ചിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് മറ്റുള്ള വ്യക്തികളിലൂടെയാണ് എത്തിയെന്നുണ്ടെങ്കിലും ഇതുവരെ എസ്പെഷ്യലി സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ചെയ്ത് കോയിൻ കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയുള്ള അതേ അവസരം നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ കൂടി വളരെ നല്ലൊരു ഭാവിയിലേക്കുള്ളൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വഴി തുറന്നു കൊടുക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.